ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് വാഴയില അടയാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ. ഇലട ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള 5-6 ശർക്കര ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും എടുക്കാവുന്നതാണ്. ശർക്കരയുടെ കൂടെ നമുക്കിനി തേങ്ങ വേണം. 1.5 മുറി തേങ്ങയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. ഉപ്പ് ചേർത്ത ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നൂൽപുട്ടിലേക്കുള്ള മാവിൻ്റെ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇലയിലേക്ക് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഇപ്പം ഞാൻ വാഴയില ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നിലായിട്ട് നമുക്ക് മാവ് പരത്തിയെടുക്കാം. വിരൽ വെച്ചാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ആ സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള ഇലകളെ കൂടി ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ഇലകളിലും മാവ് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നിലായിട്ട് നമുക്ക് ശർക്കരയും തേങ്ങയും ഇട്ട് കൊടുക്കാം. എല്ലാ ഇലയിലും ഞാൻ ആദ്യം തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ശർക്കര ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ശർക്കരയും തേങ്ങയും മിക്സാക്കിയതിന് ശേഷവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എല്ലാ ഇലയിലും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ച ശർക്കരയും ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ തേങ്ങയും ശർക്കരയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ല ജീരകവും ഏലക്ക പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ ഇലയിലും ശർക്കരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലട റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.